പ്രിൻസിപ്പൽ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നു. 1972 ആദ്യമായി ഐക്യരാഷ്ട്രസഭയെ മുന്നോട്ട് വയ്ക്കുകയും 1973 മുതൽ എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു വരികയും ചെയ്യുന്നു. ഓരോ വർഷവും ജൂൺ 5 നമ്മൾ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെയും പ്രതീകമായിട്ടാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയും പരിസ്ഥിതി ദിനത്തിൽ പങ്കാളിയാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലും എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തിനനുബന്ധിച്ച് ബട്ടർഫ്ലൈ ഗാർഡൻ, ഔഷധ സസ്യ ഉദ്യാനം, ഫലവൃക്ഷ ഉദ്യാനം എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ മുഖ്യ വിഷയം എന്നത് പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ലോകം എന്നതാണ്. നമ്മുടെ ഭൂമി മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാതായി മാറിയിരിക്കുന്നു. ഇതിന്റെ ഫലമായി പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ജലക്ഷാമവും വരികയാണ്. നമ്മുടെ ഭൂമി മരണത്തിലേക്ക് അടുത്തു പോകുന്ന ഈ വേളയിൽ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ ഈ ഭൂമിയും അതിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിനാണ്. അതിലുണ്ടാകുന്ന നാശം നമ്മുടെ കൂടെ നാശമാണ്. മലിനീകരണം മണ്ണും വായുവും ജലവും എല്ലാം മലിനമാക്കുന്നു. നമ്മുടെ വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ എന്നിവ മൂലം നമ്മുടെ മണ്ണും മലിനവും നിർജീവവുമായി മാറുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലവും വ്യാപാര സ്ഥാപനങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിവയിൽ നിന്ന് പുറന്തള്ളുന്ന രാസവസ്തുക്കൾ, ഒഴുകിയെത്തുന്ന മാലിന്യ കീടനാശിനികൾ, വാഹന കപ്പലുകൾ എന്നിവ എന്നിവ മൂലവും നമ്മുടെ സമുദ്രങ്ങളും ജലസ്രോതസ്സുകളും മലിനമാക്കപ്പെടുന്നു. വാഹനങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സൈഡ്, ഇലക്ട്രിക് ഉപകരണങ്ങൾ പുറന്തള്ളുന്ന അപകടകരമായ വാതകങ്ങൾ എന്നിവ മൂലവും വായുവും മലിനപ്പെട്ടിരിക്കുന്നു. മലിനീകരണം വഴി മാത്രമല്ല നാം പ്രകൃതിയെ മലിനമാക്കപ്പെടുന്നത്. വനങ്ങൾ വെട്ടി നശിപ്പിച്ചും പുഴകൾ കയ്യേറിയും കുന്നുകൾ ഇടിച്ച് നീക്കിയും വയലുകൾ നികത്തിയും നാം പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഇരിക്കും മുമ്പ് മുറിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ വീണ്ടും വിചാരമില്ലാതെ നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് നാം തന്നെ. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പ്രളയവും എല്ലാം നാം അനുഭവിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറേണ്ട കടമ നമ്മുടേതാണ്. പ്രകൃതി സംരക്ഷണ മാർഗങ്ങൾ കണ്ടെത്തുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുള്ള ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നു. ഇവയെല്ലാം നല്ല സൂചനകളാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന് നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം. അരുത് എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആകണം. ഞങ്ങളുടെ പുഴകളെ നശിപ്പിക്കരുത്, ഞങ്ങളുടെ വയലുകൾ നികത്തരുത്, പാറകൾ പൊട്ടിക്കരുത്, വനം നശിപ്പിക്കരുത്. അങ്ങനെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന എല്ലാത്തിനോടും ചെയ്യരുത് എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.